ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ വാലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷമീറിനെ കാണാനാണ്. ഷമീറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഷമീറിന് പഠന വൈകല്യമാണ്. അതായത് അവൻ്റെ പേരൊക്കെ എഴുതും, എന്നാലും അങ്ങനെ എഴുതാനും വായിക്കാനും അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫോം പൂരിപ്പിക്കുക, അങ്ങനെ ഓർത്ത് ഇങ്ങനെ പഠിച്ച് എഴുതേണ്ട കാര്യങ്ങളിലുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ജോലിക്കൊക്കെ പോകും, ആൾ ഭയങ്കര സ്മാർട്ടാണ്, വണ്ടി ഓടിക്കും, അങ്ങനെ വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല, ആൾ നല്ല ഓക്കെയാണ്. പക്ഷേ ഈ പഠന വൈകല്യം എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് പഠന വൈകല്യം എന്ന് ഇന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ പഠന വൈകല്യം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷയമാണെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാൻ കേട്ടോ. എഴുതാനും വായിക്കാനും അറിയാത്തൊരവസ്ഥയാണ് ഈ പഠന വൈകല്യം. എഴുതാനും വായിക്കാനും നമ്മൾ പഠിക്കാതിരുന്നാൽ അറിയായല്ല, നമ്മൾ പഠിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാനും അത് ഓർത്ത് വെക്കാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് എഴുതാനും വായിക്കാനും അറിയാത്ത സ്കൂളിൽ പോകാത്ത കുറേ പേരുണ്ട്. അതല്ല ഇതിൻ്റെ കാരണം. സ്കൂൾ +2 അല്ല ഡിഗ്രി ഒക്കെ പോയിണ്ടാവും, പക്ഷേ എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടാവും. അതാണ് ഈ പഠന വൈകല്യം എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഒരു സംഭവം കേട്ടോ. പിന്നെ വേറെ എനിക്കിപ്പോൾ ജോലീൻ്റെ സ്ഥലത്തായാലും ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിലൊക്കെയാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് അവരെ പരിചയപ്പെടാം. ഏട്ടൻ്റെ വീടാണിത്, തറവാട് അവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് ഷമീർ കേട്ടോ. എന്തൊക്കെ വിശേഷം? ഇന്ന് വർക്കിന് പോയില്ല? ആ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അറവങ്ങര അല്ലേ? എന്ത് ഷോപ്പാ? ഷോപ്പാ. മെക്കാനിക്ക്. ആ, അതായത് പിന്നെ ഓട്ടോൻ്റെ എല്ലാ പാർട്സും അല്ലേ? ഓട്ടോറിക്ഷൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ അതൊക്കെ എല്ലാം ഉണ്ട്. ആ ടയറിൻ്റെ ഉള്ളിൽ കൈക്ക് സാധനമൊക്കെ ഉണ്ട്. ആ, എഞ്ചിൻ്റെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സമീറിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് സംസാരിക്കും. പക്ഷേ സംസാരിക്കും ചെറിയൊരു വ്യക്തത കുറവാണ്, പക്ഷേ ഓവറായിട്ടൊന്നുമില്ല. ആൾ നല്ല ഓക്കെയാണ്, ആൾ സ്മാർട്ടാണ്. എനിക്കങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതൊന്നും അവന് ഇഷ്ടമില്ല. അവൾ നല്ല ഓക്കെയാണ് ആൾ. അപ്പോൾ നമ്മളെല്ലാം തുറന്ന് പറയണമല്ലോ. നമുക്ക് നല്ലൊരു വധുവിനെ നമ്മളെ മൈന്യൂട്ട് ചെറിയ വിഷയങ്ങൾ വരെ അറിഞ്ഞിട്ട് വരുന്ന ആളെ വേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഇരുന്ന് സംസാരിക്കും. എവിടെ ഇരുന്നടാ സമീറ? സമീറിന് എത്ര വയസ്സായി? 26 അല്ലേ? 27 തുടങ്ങിയോ? 27ലേക്ക് കടന്നു, 27 വയസ്സ്. അപ്പോൾ സമീർ എത്ര വരെയാണ് പഠിച്ചത്? +2 അല്ലേ? ആ, അതിന് ശേഷം വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയിരുന്നാ? പോയി. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതാ? +2 പിന്നെ കോഴ്സിന് പോയി. ആ, ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സിന് അല്ലേ? ഈ മെക്കാനിക്കിൻ്റെ അത് പഠിച്ചിരുന്നോ? ITI പഠിച്ചേ? ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കൾക്കുള്ളൊരു കോഴ്സ്. ആ കോഴ്സ് പഠിച്ചിട്ട് അതിൽ മെക്കാനിക്കിൻ്റെ ഇതുണ്ടാവും അല്ലേ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന സംശയമാണ് മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചതാണ് ഈ വർക്ക് അല്ലേ? അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ താൽക്കാലികമായിട്ട് കയറിയതേനു ഒന്ന് അറിയാൻ വേണ്ടി അല്ലേ? അപ്പോൾ ഇവൻ്റെ ഒരു വർക്കിൻ്റെ മികവ് കൊണ്ട്, ഓൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ട് ഓല് വിട്ടില്ല, അവിടെ തന്നെ നിപ്പിച്ച്. ഒരു ദിവസം 750 രൂപ മുതൽ 1500 രൂപ വരെ ഓൻ ഉണ്ടാക്കും. ആൾ ഉഷാറാണ്, നല്ല ജോലി ചെയ്യാനും എല്ലാത്തിനും ഓക്കെയാണ്. ഇവിടെയുള്ള ഇപ്പോൾ ബ്രദർ പറഞ്ഞു പെങ്ങന്മാരെ കൂട്ടിക്കൊണ്ടുവരാനും പോകാനും എന്തിനായാലും വണ്ടി എടുത്തോ പോവുകയും വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളൊക്കെയാണ്, ഈ ഒരു വിഷയമാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ മതിയല്ലോ. കാരണം എന്തും തുറന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കല്യാണങ്ങളാണ് അത് ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുക. ഒരു മൈന്യൂട്ട് വിഷയം ഉണ്ടെങ്കിൽ പോലും അത് പറയാതിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നീട് അത് അറിയുമ്പോൾ പാർട്ട്ണർക്ക് ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സംഭവം വരും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്തോ ആൾക്കാർ അറിയാനല്ലേ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ തുറന്ന് പറയാം. ഇതെല്ലാവരോടും ഉള്ളൊരു ഇതായിട്ട് എടുത്താൽ മതി. നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള മൈൻഡിലേ കല്യാണത്തിലേക്ക് നിൽക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു ഇത് കണ്ണുകളുണ്ടല്ലോ. പിന്നെ ഒരു പഠന വൈകല്യത്തിൻ്റെ ആ ഒരു വിഷയവും കാര്യങ്ങളൊക്കെയാണ്. വേറെ അവന് ഒരു ഇതും ഇല്ല, ആളൊക്കെയാണ്. വേറെ മെഡിസിനോ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവവും എനിക്കില്ല. അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, ദിവസം നല്ലോണം ഏൺ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? സെയിം ഏജ് വരെയൊക്കെ നോക്കാം. ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ് അവൻ്റെ കല്യാണം. അതെ, സമീർ
അതെ അതെ, അതുമ്മ പറയുന്നതിൽ കേൾക്കൂല മൈക്കില്ലാത്തതുകൊണ്ടേ. അപ്പോൾ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ സെയിം ഏജ് ആയാലും ഇല്ല, ഒരു 30ൻ്റെ ഉള്ളിലുള്ള ആളായാലൊന്നും ഇല്ല, ഓനെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഉമ്മാക്ക് ഓൻ്റെ കല്യാണം വേഗം നടക്കിയിട്ടുള്ള വല്ലാത്തൊരു ടെൻഷനുണ്ട്. അപ്പോൾ നല്ല ആലോചന. ഇവരെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അറിയപ്പെടുന്ന ഫാമിലി, ഇതിൻ്റെ പേരെന്തേലും ബംഗാളത്ത് നിന്നാണ് ഈ മല മൊത്തം അല്ലേ, അമ്മാലയിൽ നിന്നുള്ള ഈ ഇവിടെയുള്ള ഈ മല മൊത്തം ഇവരുടെ ഫാമിലിയാണ്. ബംഗാളത്ത് നിന്നാണ് തറവാടിൻ്റെ പേര്. ഇവിടെ ഈ ഒരു ഏരിയയിൽ മൊറയൂർ ഈ ഒരു അല്ലേ മോങ്ങം ഒരു എവിടെ അന്വേഷിച്ചാലും നമുക്ക് ഇവരെ പറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അന്വേഷണത്തിലും കാര്യങ്ങളിലൊക്കെ അത്രയും ഫേമസ് ആയ അങ്ങനെ ബംഗാളത്ത് എന്നാണ് പറയുക. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു ഫാമിലിയിലുള്ളൊരു മോനാണ്. പിന്നെ ഏട്ടന എല്ലാവരും നല്ല സപ്പോർട്ട്. എത്ര മക്കൾ നിങ്ങൾ? എത്ര? 6 മക്കൾ അല്ലേ? 3 പെണ്ണും 3 ആണുമാണ്. അപ്പോൾ ഏറ്റവും ഇളയ ആളാണിത്. ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ബാക്കി ഏട്ടന്മാരായാലൊക്കെ ഗൾഫിലൊക്കെ സെറ്റിൽഡാണ് അല്ലേ? എല്ലാവരും നല്ല സഹകരണവും വൈഫ് അടുത്ത് എല്ലാവരും നല്ല എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓന് സെപ്പറേറ്റ് വീടെടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഓനിക്ക് തന്നെ ആയിട്ട് അത് വേറെയുണ്ട്. ഇപ്പോൾ തറവാട് ഇവിടെയാണ്. എല്ലാവരും നല്ല ഓക്കെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണവും കാര്യം. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നാൽ നല്ല രീതിയിൽ ഇവർ കെയർ ചെയ്ത് നോക്കിക്കോളും. അതിലൊന്നും നിങ്ങൾ യാതൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. എന്നിരുന്നാലും നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. കൂട്ടരും അന്വേഷിക്കണം. നിങ്ങളും അന്വേഷിക്കുക, അവരും അന്വേഷിക്കുക. അന്വേഷിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിൽക്കാവുള്ളൂ. എങ്കിലും വന്ന് കണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിഷയവും കാര്യമൊന്നും ഉണ്ടാവില്ല. അന്വേഷിച്ചിട്ട് ചെയ്യുക. വർക്ക്ഷോപ്പ് അറവങ്കരയാണ് അല്ലേ? അറവങ്കരയാണ് വർക്ക്ഷോപ്പ് വരുന്നത്. ഫ്രീ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആലോചന നമുക്ക് പറ്റുമോ? ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ കയ്യിന് കാലിന് അങ്ങനെ ചെറിയ കോർണർ അങ്ങനെയൊക്കെ വരുമ്പോൾ വീൽ ചെയർ അങ്ങനത്തെ ഒന്നും അങ്ങനെ ചെയ്യാനും എനിക്ക് അതിനുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അതെ, ചെറിയ ഇതേപോലെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ പഠനത്തിനൊക്കെ ഉള്ള നമുക്ക് പറ്റുമോ? എങ്ങനെ? പഠന വൈകല്യം പോലത്തെ പഠന വൈകല്യൊന്നും പ്രശ്നമില്ല. ചെറിയ പഠന വൈകല്യം പോലത്തെ അങ്ങനെ അവനെ പോലെ തന്നെ അയാളും വലിയ കുഴപ്പമൊന്നും. അതെ, അവനെ പോലെ ഒക്കെ ഉള്ള ആരും കുഴപ്പമില്ല. പക്ഷെങ്കിൽ പൈസേൻ്റെ കണക്കൊന്നും കറക്റ്റ് അറിയില്ല അല്ലേ? അതെ അതെ. അപ്പോൾ അതാണ് കുറച്ച് ഒരു കാര്യമൊക്കെ അറിഞ്ഞാലാണല്ലോ ഒരു ജീവിതം മുമ്പോട്ട് പോവുക. അപ്പോൾ ആ ഒരു കാര്യം അത് കറക്റ്റാണ്. ബസ്സിൻ്റെ ബോർഡ് അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ഒറ്റക്ക് പോകാനുണ്ടോ? പക്ഷെ അവന് ഒരിക്കൽ പോയാലേ അറിയാം. ഒരു സ്ഥലം ഒരിക്കൽ കണ്ടാൽ പിന്നെ അവൻ ഒറ്റക്ക് പോകും. ഒരാൾ പിടിച്ചാൽ അത് ശരി. അതെ അതെ അതെ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു ആലോചന വരട്ടെ. വയസ്സിൽ പറഞ്ഞല്ലോ 30ൻ്റെ ഉള്ളിൽ വരെ ആയാലൊന്നും കുഴപ്പമില്ല. നല്ലൊരു ആലോചന ആയാൽ മതി. പിന്നെ ദൂരെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? കോഴിക്കോട് വരെയൊക്കെ നമുക്ക് ഓക്കെ. കോഴിക്കോട് അതുപോലെ പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും മതിയോ? മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, തൃശ്ശൂർ ജില്ലയൊക്കെ ഇവിടെ അടുത്തല്ലേ? പാലക്കാട്. കാരണം അവന് പോയി വരാനും മലപ്പുറം ജില്ലയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. പിന്നെ കോഴിക്കോട് ജില്ലയും നമുക്ക് നോക്കാം അല്ലേ? അത് മതിയില്ലേ? മതി. പിന്നെ ഒരു അതിൻ്റെ ഇടയിൽ നല്ലതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് തന്നെ. അതിൻ്റെ എല്ലാത്ത കുറച്ചപ്പുറത്തൊന്നും കുഴപ്പമില്ല. അതായത് ട്രാവലിങ്ങിൻ്റെ ഒരു വിഷയം കൊണ്ടാണോ ഇത് പറഞ്ഞത്. യാത്ര ചെയ്യാനുള്ള എനിക്ക് പോവാനൊക്കെ കഴിയും. നമ്മൾ കൊണ്ടുപോകാനും നമ്മളൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരിക്കൊരു തീർച്ചയായും. ഇനിയിപ്പോൾ അതൊന്നും വിഷയമല്ലാത്ത അതിനെല്ലാം വേറെ പിന്നെ സ്മാർട്ടായിട്ടുള്ളൊരു മോളൊക്കെ ആണെങ്കിൽ ദൂരം നമുക്ക് വിഷയമല്ല. ചെറിയ എന്തെങ്കിലും ഇങ്ങനെ മൈന്യൂട്ട് വിഷയങ്ങളൊക്കെ ഉള്ളവരാകുമ്പോഴാണ് നമുക്ക് ഈ അടുത്തുള്ളത്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം. കാരണം ഇപ്പോൾ ഓന് തീരെ എഴുതാനും വായിക്കാനും അങ്ങനെ അറിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ രണ്ടാളും അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ നാളെ ഒരു ഓഫീസിൽ ഒരു ഫോം പൂരിപ്പിക്കാനും ബാങ്കിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് വരും. അതേപോലെ തന്നെ പൈസേൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഒരാൾക്കെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അതും ഒരു ഭാവിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഒരാളെങ്കിലും അതറിയുന്ന ഒരാളാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പഠന വൈകല്യം എന്ന് പറയുമ്പോഴും ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ചെറിയ മൈന്യൂട്ടൊക്കെ വിഷയമുള്ള പോലാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് നിങ്ങളെന്തായാലും കോൺടാക്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ വിളിക്ക്. പിന്നെ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ, വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വധു വരട്ടെ. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.